നമസ്കാരം, ഞാൻ ഡോക്ടർ ഇല്ല മേരി ജോബ്സൺ. നമ്മൾ മലയാളികൾക്ക് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ഗ്ലാസ് ചൂട് ചായയിൽ നിന്നാണ്. ചായ ആയിരിക്കാം, കാപ്പി ആയിരിക്കാം, ഒരു പാലൊക്കെ ഒഴിച്ച്. ഇനി ചിലർക്കാണെങ്കിൽ ഈ ചായ കിട്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ പോക്കായിരിക്കും. അപ്പം നമ്മൾ മലയാളികൾക്ക് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിച്ചു കൂട്ടാനായിട്ട് പറ്റാത്ത ഒരാളാണ് പാല്. നമ്മൾ പാല് എങ്ങനെയാണെങ്കിലും ദിവസത്തിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. രാവിലത്തെ ചായയിലായിരിക്കും, വൈകുന്നേരത്തെ ചായയിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സ്വീറ്റ്സിലായിരിക്കും, ചിലപ്പോൾ ഐസ്ക്രീമുകളായിരിക്കും. പോട്ടെ, എന്തിനേറെ പറയുന്നു, ഇനി നമ്മുടെ ഓണസദ്യയിൽ നോക്കിയാൽ തന്നെ മോരുകറി തൊട്ടിട്ട് പായസം വരെ ഈ പാല് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പാലിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. പക്ഷെ ഇന്നത്തെ വീഡിയോയ്ക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇത് അവസാനം വരെ കണ്ടാലാണ് ഈ വീഡിയോ എന്തിനെ പറ്റിയിട്ടാണെന്നും എന്തുദ്ദേശിച്ചിട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ പാലുൽപ്പന്നങ്ങളായിട്ടുള്ള ചീസ്, യോഗട്ട്, കേർഡ്, ബട്ടർ, ഈ പാലിൽ നിന്ന് തന്നെയാണ് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരുപാട് പ്രോസസ്സുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഓരോ കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. ഈ പാലിൽ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. വിറ്റമിൻ എ, വിറ്റമിൻ ഡി, വിറ്റമിൻ ഇ, വിറ്റമിൻ B12, റൈബോഫ്ലേവിൻസ്, അതുപോലെ തന്നെ ഒരുപാട് എൻസൈമുകളുണ്ട്. കാൽസ്യം നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്. ഇതെല്ലാ പ്രൊഡക്റ്റിലും ധാരാളമായിട്ടുണ്ട്. നമ്മുടെ ഹെൽത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഒരു ഗ്ലാസ് പാലിൽ നിന്ന് ധാരാളം കിട്ടും. ഇനി നമ്മൾ TV തുറന്നാൽ തന്നെ ഒരാഡെങ്കിലും പാലില്ലാത്ത ഒരു ആഡ് നമുക്ക് കാണാനായിട്ട് പറ്റും? ഇല്ല. പാലിൽ അതൊഴിക്കണം, ഇതൊഴിക്കണം, ഒരു ഗ്ലാസ് പാലിൻ്റെ ശക്തി 2 ബിസ്ക്കറ്റിൽ കിട്ടും, അങ്ങനെയൊക്കെയാണ് ഓരോ ആഡുകളും വരുന്നത്. അപ്പോൾ ഇത്രയും നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള നമ്മുടെ ഹെൽത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ ബോൺ ഹെൽത്തിനെ ആണെങ്കിലും മസിൽ ഗ്രോത്തിനെ ആണെങ്കിലും, ഇനി കുഞ്ഞു കുട്ടികളുടെ പല്ലിൻ്റെ, അതായത് ടീത്തിൻ്റെ സ്ട്രെങ്ത് ആണെങ്കിലും ഉണ്ടാക്കുന്നത് തന്നെ ഈ കാൽസ്യം വെച്ചിട്ടാണ്. അതിനൊക്കെ ഈ പാല് വളരെ വലിയൊരു റോള് എടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും പാല് എന്തുകൊണ്ട് കഴിക്കരുത് എന്ന് പറയുന്നു. അതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇപ്പോൾ പാലുൽപ്പന്നങ്ങളിൽ ഇത് കണ്ടന്റ് എടുക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ധാരാളമായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ചീസ്, അതായത് പാൽക്കട്ടി. ആ ചീസിലാണ് ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുള്ളത്. എന്നാൽ ബട്ടറിലാണ് ഏറ്റവും കൂടുതൽ കാൽസ്യം ഇല്ലാത്തത്. കാൽസ്യം വളരെ കുറവുള്ളത് ബട്ടറിലാണ്. അതുപോലെ തന്നെ കലോറി വൈസ് നോക്കുകയാണെങ്കിൽ ഒരു 100 ml പാലിൽ 40 മുതൽ 150 കലോറി ഉണ്ട്. ഇനി ചീസിലോട്ട് വരികയാണെങ്കിൽ കുറച്ചും കൂടി 70 മുതൽ 400 കലോറി വരെ, അതായത് 100 ഗ്രാം ചീസിൽ ഇത്രയും കലോറീസ് അടങ്ങിയിട്ടുണ്ട്. ഇനി ബട്ടർ എടുക്കുകയെന്ന് വെച്ചാൽ ബട്ടറിലാണ് ഏറ്റവും കൂടുതൽ കലോറീസ് ഉള്ളത്. 717 കലോറിയാണ് ഒരു 100 ഗ്രാം ബട്ടറിലുള്ളത്. ഇനി തൈരിലോട്ട് വരികയാണെങ്കിൽ പാലിനെ പോലൊക്കെ തന്നെ ഒരു 60 മുതൽ 150 കലോറിയാണ് ഒരു 100 ml ഉള്ളത്. അപ്പോൾ ഇത്ര കാലോറീസ് അടങ്ങിയിട്ടുണ്ട്. ഇനി പ്രോട്ടീൻ നോക്കുകയാണെങ്കിൽ ഈ 4 കാര്യങ്ങളിലും പ്രോട്ടീൻ വളരെയധികം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരീരത്തിലുള്ള എനർജി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ പലതരം ഫാറ്റുകളാണെങ്കിലും എൻസൈമുകളാണെങ്കിലും ആൻറ്റിബോഡീസും പാലുൽപ്പന്നങ്ങളിലും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള പാലുൽപ്പന്നങ്ങളും ഒരു ഏജ് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മൾ നിർത്തണം? അതിനുള്ള കാരണം ഞാൻ പറയാം. അതായത് ഇൻഫാൻസ്, നമ്മുടെ കുഞ്ഞു കുട്ടികൾ കേട്ടോ, വളരെ കുഞ്ഞു കുട്ടികൾ, നമുക്കറിയാം ഒരു 6 മാസമൊക്കെ ജനിച്ചതിന് ശേഷം ഒരു പാല് മാത്രമാണ് കുടിക്കുന്നത്. ഒരു ഏജ് വരെ അവർക്ക് പാലിൻ്റെ ആവശ്യം വളരെ അത്യാവശ്യമാണ്. കാരണം ഈ കുഞ്ഞു കുട്ടികളിൽ അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ മെയിനായിട്ട് പാല് ഡൈജസ്റ്റ് ചെയ്യാനായിട്ടാണ്. അവരുടെ ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈം വളരെയധികം കൂടുതലാണ്. ഈ പാലിലാണെങ്കിലും ലാക്ടോസ് എന്ന് പറയുന്ന ഒരു ഷുഗർ ഉണ്ട്. അപ്പോൾ ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൽ നിന്ന് ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യണമെങ്കിൽ ഈ ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈമുകൾ ധാരാളം വേണം. ഇത് ഇൻഫാൻസിലാണെങ്കിലും കുഞ്ഞു കുട്ടികളിൽ, അതായത് ചിൽഡ്രൻസിലാണെങ്കിലും വളരെയധികം നന്നായിട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പാല് നന്നായിട്ട് കുടിക്കാം, പാലുൽപ്പന്നങ്ങൾ നന്നായിട്ട് എടുക്കാം. കാരണം ഡൈജഷന് കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല, അവിടെ ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈമുകളൊക്കെ ഉണ്ട്. ഇനി ഒരു നമുക്ക് ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു പ്രായം വരെ പാലെടുക്കുന്നതിന് കുഴപ്പമില്ല. വളരെയധികം എനർജിയുടെ നല്ലൊരു സോഴ്സും കൂടിയാണ് ഈ പാല്. നല്ലപോലെ വിറ്റമിൻസും ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ പാലിൽ നിന്ന് കിട്ടും. ഇനി പാലാണെങ്കിൽ പാലുൽപ്പന്നം ആണെങ്കിലും ഞാൻ ഈ പറയുന്നത് നോർമൽ ഗ്രോത്ത് ഉള്ള കുട്ടികളുടെ കാര്യമാണ്. ഒരിക്കലും ഒരു ഒബീസായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഏജിനേക്കാളും ധാരാളം വെയിറ്റ് ഉള്ള കുട്ടികളുടെ കാര്യമല്ല. അപ്പം അങ്ങനത്തെ കുട്ടികൾക്ക് രാവിലെയും വൈകുന്നേരം ഒക്കെ ചീസ് കൊടുക്കണം എന്നുള്ളത് ഞാൻ പറയില്ല. കാരണം ചീസിലാണെങ്കിലും ബട്ടറിലാണെങ്കിലും കലോറീസ് വളരെ കൂടുതലാണ്.
പ്രോട്ടീനും ഫാറ്റും കാര്യങ്ങളും വളരെയധികം കൂടുതലാണ്. ഞാൻ പറയുന്നത് വളരെയധികം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉള്ള കുട്ടികൾക്ക്, അതായത് അവർ പുറത്തൊക്കെ ചാടി ഓടി നടക്കുന്ന കുട്ടികളുടെ കാര്യമാണ്. ഏജിനനുസരിച്ച് തന്നെ കറക്റ്റായിട്ട് ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു വെയിറ്റ് ഉള്ള കുട്ടികളുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഒരിക്കലും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒട്ടും ഇല്ലാണ്ട് വീഡിയോ ഗെയിംസ് കളിച്ചിരിക്കുന്ന കുട്ടികളുടെ കാര്യമല്ല കേട്ടോ. പുറത്തൊക്കെ പോയിട്ട് നല്ല ഓടിച്ചാടി നടന്ന് എനർജി ഒക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന കുട്ടികളുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് ധാരാളമായിട്ട് നമുക്ക് പാല് കൊടുക്കാം, പാൽ ഉൽപ്പന്നങ്ങളും കൊടുക്കാം. കാരണം അവരുടെ ശരീരത്തിന് അത് ആവശ്യമാണ്. എല്ലുകളുടെ ബലത്തിലാണെങ്കിലും മസിൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർക്ക് എനർജി കിട്ടാനാണെങ്കിലും ഏറ്റവും നല്ലൊരു സോഴ്സാണ് പാലും പാലുൽപ്പന്നങ്ങളും. ഇനി കുറച്ച് മുതിർന്നവരിലോട്ട് വരികയാണെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിയെ നമ്മുടെ ഈ ലാക്ടേസിൻ്റെ എൻസൈം എന്ന് പറയുന്ന ഇതിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞു വരാനായിട്ട് തുടങ്ങും. ഈ ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പയ്യെ ഡിക്ലൈൻ രീതിയിലോട്ട് പോകും. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് പയ്യെ പാലുൽപ്പന്നങ്ങൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ പാലാണെങ്കിലും ചീസ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വയറുവേദന എടുക്കുന്നതും, അതുപോലെ തന്നെ ഒരു ബ്ലോട്ടിങ്, ഗ്യാസ് ഫോം ചെയ്യുക, വയറിളക്കി പോവുക, ഇതൊക്കെ ഇതുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ കുട്ടികളിൽ ലാക്ടേസ് എൻസൈം നന്നായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആ പാല് ഡൈജസ്റ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ന്യൂട്രിയൻസ് കാര്യങ്ങൾ വലിച്ചെടുക്കാനായിട്ടും സാധിക്കും. എന്നാൽ ഒരു 30 വയസ്സിനൊക്കെ ശേഷം ലാക്ടേസ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞ് ഒരു ഡിക്ലൈൻ രീതിയിൽ, അതായത് ഒട്ടും ഇല്ലാത്ത അവസ്ഥയിലോട്ട് പോകുമ്പോൾ ഈ പാല് ഉൽപ്പന്നങ്ങൾ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാതെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഒരു കാരണവശാലും പാലല്ല പ്രശ്നക്കാരൻ, നമ്മുടെ ശരീരമാണ് പ്രശ്നക്കാരൻ. സത്യത്തിൽ നമ്മൾ ചെറുപ്പത്തിൽ കുടിച്ച പാലിൽ എത്രത്തോളം വിറ്റമിൻസും ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതിപ്പോഴും ഉണ്ട്. പാലിൽ അവിടെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല, നമ്മുടെ ശരീരത്തിനാണ് മാറ്റം വന്നിരിക്കുന്നത്. കാരണം ആ ഒരു ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈംസ് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് മുതിർന്ന ആൾക്കാരിൽ ഇല്ല. അപ്പം അതുകൊണ്ടാണ് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നത് പണ്ടത്തെ പോലെ പാലൊന്നും അങ്ങനെ കുടിക്കാനായിട്ട് പറ്റുന്നില്ല, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പാല് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വയറിളക്കാം അല്ലെങ്കിൽ വയറുവേദന. ഇതുകൊണ്ടാണ് അവർ ഈ ഒരു പറയാനായിട്ട് കാരണം വരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പാലിൻ്റെ മേന്മകൾ അല്ലെങ്കിൽ ഗുണങ്ങളൊക്കെ പറഞ്ഞു. ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാൽ എടുക്കരുതെന്ന് പറഞ്ഞു. ഇനി എന്തൊക്കെ കണ്ടീഷന് പാല് അവോയ്ഡ് ചെയ്യണം? ഇപ്പം ഞാൻ ഈ ലാക്ടേസിൻ്റെ കാര്യം പറഞ്ഞാലും 100% ആൾക്കാരിൽ ഈ ലാക്ടേസ് ഡിക്ലൈൻ പൊസിഷനിലോട്ട് പോകണമെന്നില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ പാൽ അപ്പോഴും ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ലാക്ടേസ് അവരുടെ ശരീരത്തിൽ ഉണ്ടാകാം. അത് വളരെ കുറവ് മാത്രമാണ് ആ ഒരു പെർസെൻറ്റേജ് വരുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് അപ്പോഴും അവർക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് പാല് കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി എന്തൊക്കെ കണ്ടീഷനാണ് പാല് ഒഴിവാക്കേണ്ടത്? മെയിനായിട്ട് ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആൾക്കാർ, ഇവരുടെ ശരീരത്ത് നമ്മൾ കൂടുതലായിട്ട് സിനിമകളിലൊക്കെ ആണെങ്കിലും സീരീസിലാണെങ്കിലും എപ്പോഴും കേൾക്കുന്നൊരു വേർഡാണ് ലാക്ടോസ് ഇൻടോളറൻസ് എന്നുള്ളത്. കാരണം അവരുടെ ശരീരത്ത് ഈ ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈം ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ ഇവർക്ക് മെയിനായിട്ട് ഈ പാലെടുത്ത് കഴിഞ്ഞാൽ ഗ്യാസ് പ്രശ്നം വരും, ഇവർക്ക് വയറുവേദന എടുക്കാനായിട്ട് തുടങ്ങും, അങ്ങനെ ഒരു രീതിയിലോട്ട് പോകും. എന്നാൽ ചിലവരിൽ ഈ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ചിലരിൽ അവർക്ക് ചീസും അതുപോലെ തന്നെ യോഗട്ട് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റിയേക്കാം. കാരണം അതിനധികം ലാക്ടേസിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അങ്ങനത്തെ ഫുഡ് എടുക്കുന്നതിൽ പ്രശ്നം അധികം വരാറില്ല. എന്നാൽ പാലെടുക്കുന്നതിൽ ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാം. ഇനി നെക്സ്റ്റ്, പാല് അലർജി ഉള്ളവർ. നമ്മൾ ബാക്കിയുള്ള അലർജി പോലെ തന്നെ ഇപ്പോൾ ഈ പീനട്ട് ആയിരിക്കാം, സീ ഫുഡ് ആയിരിക്കാം, ചിലർക്ക് അങ്ങനത്തെ ഒരു അലർജികളൊക്കെ നമ്മളെപ്പോഴും കേൾക്കാറില്ല. അതുപോലെ തന്നെ പാലിന് അലർജി ഉള്ളവരും ഉണ്ടാകും. അപ്പോൾ അവർ പാല് കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരമൊക്കെ ഇങ്ങനെ തടിച്ചു വരാനൊക്കെ ആയിട്ട് തുടങ്ങും, ചൊറിച്ചിലൊക്കെ തോന്നും, ചിലപ്പോൾ തൊണ്ടൊക്കെ ഇങ്ങനെ അടയുന്ന പോലെ തോന്നും, ശ്വാസം മുട്ടിനൊരു പ്രശ്നം വരും, അപ്പോൾ ശ്വാസം എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെ അലർജി പ്രശ്നമുള്ളവർക്ക് ഒട്ടും തന്നെ പാല് കുടിക്കാനായിട്ട് പാടില്ല. നെക്സ്റ്റ്, ആക്നെ അല്ലെങ്കിൽ സ്കിൻ പ്രശ്നങ്ങൾ. അവരെന്തിനു പാലൊഴിവാക്കണം? കാരണം ഈ പാല് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് ഉണ്ടാകുന്ന ഹോർമോൺസിൻ്റെ റിയാക്ഷൻ, അതും ഈ പാലിൽ ഉണ്ടാകുന്ന പ്രോട്ടീൻസും തമ്മിലുള്ള ഒരു റിയാക്ഷൻ വരുമ്പോൾ അവിടെ ഇൻഫ്ലമേഷൻ നന്നായിട്ട് കൂടാനായിട്ട് സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇൻഫ്ലമേഷൻ നന്നായിട്ട് കൂടിക്കഴിഞ്ഞാൽ ഈ ആക്നെ എന്ന് പറയുന്നത് നമ്മുടെ മുഖക്കുരു പ്രശ്നങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് നന്നായിട്ട് പസ്സടങ്ങിയിട്ടുള്ള ഒരു ലിക്വിഡ് വരാനായിട്ടാണ്, ഇത് പൊട്ടാനായിട്ടും അതുപോലെ തന്നെ സ്കിന്നിന് വേറെ എന്തെങ്കിലും ഒരു കണ്ടീഷനുകൾ ഉണ്ടെങ്കിൽ അത് കൂട്ടാനായിട്ടും കാരണമാകുന്നുണ്ട്. മെയിനായിട്ട് ഈ സോറിയാസിസ് ആണെങ്കിലും അതുപോലെ തന്നെ ഡാൻഡ്രഫൊക്കെ പാല് കുടിച്ചു കഴിഞ്ഞാൽ ശരിക്കും കൂടുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സ്കിൻ കണ്ടീഷനുകളുള്ള ആൾക്കാരാണെങ്കിൽ പാല് ഒഴിവാക്കുക. കാരണം
ഇത് നമ്മുടെ ബോഡിയിൽ റിയാക്ഷൻ സംഭവിച്ച് ആ ഒരു ഇൻഫ്ലമേഷൻ കൂട്ടും. ഇനി നെക്സ്റ്റ് ഹോർമോണൽ ഇംബാലൻസ് പോലത്തെ അസുഖങ്ങൾ, അതായത് PCOS, PCOD, തൈറോയിഡ് പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ഹോർമോണൽ ഇംബാലൻസ് ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ. ഇവരിലും ഈ പെട്ടെന്ന് ഒരു ഇൻസുലിൻ സ്പൈക്ക് വരുന്നതുകൊണ്ട്, അതായത് ഇൻസുലിൻ്റെ അളവ് പെട്ടെന്ന് കൂട്ടുകയും ഈ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും, അവിടെ ഹോർമോണൽ ഇംബാലൻസിന് ഇത് വളരെയധികം ബാധിക്കും. അതുകൊണ്ടാണ് ഹോർമോണൽ ഇംബാലൻസ് അസുഖങ്ങളുള്ള ആൾക്കാരോട് പാലും പാലുൽപ്പന്നങ്ങളും ഒഴിവാക്കാനായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റിൽ വരുന്ന വ്യത്യാസമാണ്. ഈ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരിലും ഈ പാലുൽപ്പന്നങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് പോലെയൊക്കെ നടന്ന് അതും ബ്ലോട്ടിങ് രീതിയിലോട്ട് പോകാനായിട്ട് ഇടയാകുന്നുണ്ട്. പിന്നെ ക്രോണിക്കായിട്ട് സൈനസൈറ്റിസിൻ്റെ പ്രശ്നമുള്ളവർ, ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ മാസത്തിൽ തന്നെ സൈനസൈറ്റിസ് വരിക അല്ലെങ്കിൽ ആഴ്ചയിൽ വരിക, അങ്ങനെ പ്രശ്നമുള്ളവർക്കും പാലുൽപ്പന്നങ്ങൾ എടുക്കാനായിട്ട് പാടില്ല. കാരണം അത് ഈ മ്യൂക്കസ് പ്രൊഡക്ഷൻ, ആ ഒരു കഫം പോലത്തെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് ഈ പാല് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് സൈനസൈറ്റിസ് പേഷ്യൻസ്, ക്രോണിക് സൈനസൈറ്റിസ് പേഷ്യൻസ് ഇത് ഒഴിവാക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് കിഡ്നി ഡിസീസ് ഉള്ളവർ, അതായത് CKD പോലത്തെ അസുഖങ്ങളൊക്കെ ഉള്ളവർ. കാരണം പാലിൽ ഒരുപാട് പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കിഡ്നിക്ക് ഒരു ഓവർലോഡ് കൊടുക്കുകയും അത് കാരണം കിഡ്നി ഫെയിലിയർ ആകാനായിട്ടുള്ള ചാൻസുകളുണ്ട്. നെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ. ഈ പാലിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ബാഡ് കൊളസ്ട്രോൾ വളരെയധികം കൂട്ടാനായിട്ട് കാരണമാകുന്നുണ്ട്. അതുകൊണ്ടാണ് കൊളസ്ട്രോൾ ഉള്ള പേഷ്യൻസിനോട് പാല് എടുക്കരുതെന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുകൾ. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുകൾ ആക്നെ അല്ലെങ്കിൽ സ്കിൻ പ്രശ്നം പോലെ തന്നെ ഇതിൽ ഇൻഫ്ലമേഷൻ കൂടുന്നത് കൊണ്ടാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുകളുള്ള ആൾക്കാരോട് പാല് ഉൽപ്പന്നങ്ങൾ എടുക്കരുതെന്ന് പറയുന്നത്. മെയിനായിട്ട് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അതുപോലെ തന്നെ ഈ സോറിയാസിസ്, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് മെയിനായിട്ട് ഈ പാലുൽപ്പന്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഒഴിവാക്കുക കേട്ടോ. പിന്നെ ഒബേസിറ്റി ഉള്ള ആൾക്കാരിൽ, ഈ ഒബേസിറ്റി ഉള്ള ആൾക്കാരിൽ മെയിനായിട്ട് ചീസ്, ബട്ടർ ഒഴിവാക്കാൻ പറയാനായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കലോറീസ് ധാരാളം അടങ്ങിയിരിക്കുന്നതാണ്. കാരണം അവരുടെ ശരീരത്തിൽ ഓൾറെഡി ആവശ്യമുള്ള എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഫാറ്റ് എന്നുള്ള രീതിയിൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അവർക്ക് എഗെയിൻ ആ ഒരു കലോറീസിൻ്റെ ആവശ്യമില്ല, അത് ഒട്ടും തന്നെ ഹെൽപ്പ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഒബേസിറ്റി ഉള്ള പേഷ്യൻസിനോട് പാല് അല്ലെങ്കിൽ ചീസ്, ബട്ടർ കാര്യങ്ങൾ എടുക്കരുത് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾ വിചാരിക്കും പാലും പാലുൽപ്പന്നങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണമെന്ന്. പക്ഷെ അങ്ങനെയല്ല. പാലിൻ്റെ ഉൽപ്പന്നത്തെ തന്നെ ഒരെണ്ണത്തിന് ഒഴിവാക്കണം ഞാൻ പറയില്ല കേട്ടോ. അതാണ് നമ്മുടെ തൈര് അല്ലെങ്കിൽ മോര്. ഈ രണ്ട് പേരെന്ന് പറയുന്നത് നമ്മുടെ ഡൈജഷന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുക ഈ ഡോക്ടർ ഇതെന്താ പറയുന്നത്, ഇത്ര നേരം പാൽ എടുക്കരുതെന്ന് പറഞ്ഞു, പാലുൽപ്പന്നങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞു. ഇപ്പോൾ ഇതേ പറയുന്നു തൈരും അതുപോലെ തന്നെ മോരും കഴിക്കാനായിട്ട്. കാരണം ഈ തൈരും മോരും ഫെർമെൻറ്റഡ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് വരുന്നതാണ്. ഈ തൈരും മോരും നമ്മുടെ ഗട്ട് ബാക്ടീരിയാസ് നന്നായിട്ട് ഉണ്ടാക്കാനാണെങ്കിലും ഡൈജഷൻ നന്നായിട്ട് നല്ല രീതിയിൽ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തൈരും മോരും നമുക്ക് ഡെയിലി എന്നുള്ള രീതിയിൽ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് പുറത്തുനിന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ യോഗേർട്ട് അവൈലബിൾ ആണ്. പക്ഷേ യോഗേർട്ട് ഒരിക്കലും ഒരുപാട് ഷുഗർ അടങ്ങിയിട്ടുള്ളതും ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗേർട്ട് ചൂസ് ചെയ്യാനായിട്ട് ഞാൻ പറയുന്നില്ല. പ്ലെയിൻ ആയിട്ടുള്ള യോഗേർട്ട് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. ആ യോഗേർട്ട് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ടും സാധിക്കും. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പാലും പാലുൽപ്പന്നങ്ങളും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യരുത്. വളർന്നു വരുന്ന കുട്ടികൾക്ക് പാല് ധാരാളമായിട്ട് കൊടുക്കുക. ഇനി മുതിർന്നവരിലാണെങ്കിൽ പയ്യെ പാലുൽപ്പന്നങ്ങൾ കാര്യങ്ങൾ ഒഴിവാക്കി തൈര്, മോര് കാര്യങ്ങൾ ഡെയിലി എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അറിവ് ബാക്കിയുള്ളവരിലോട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. ഇനിയും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താം. അപ്പോൾ ദിസ് ഇസ് ഡോക്ടർ ഇൻല മേരി ജോബ്സൺ സൈനിങ് ഓഫ്.